വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിലൊന്നാണ് ഈ കാണ്ടാമൃഗം. ഈ കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരാണ് ഈ റൈനോസിനെ വേട്ടയാടുന്നത്. ജപ്പാനിലെ തെന്നോജി സൂല് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ബ്ലാക്ക് റൈനോസ് ഉണ്ടായിരുന്നു. 5 ടൈപ്പ് ഓഫ് റൈനോസ് ആണുള്ളത്. ബ്ലാക്ക്, വൈറ്റ്, ഇന്ത്യൻ, ജാവൻ ആൻഡ് സുമാട്രൻ, ഇത്രയാണ് ഈ 5 ടൈപ്പ് റൈനോസേഴ്സ് ഉള്ളത്. റൈനോസിന് കാഴ്ചശക്തി വളരെയധികം കുറവാണ്. അപ്പോൾ അടുത്തുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അവർക്ക് സ്മെല്ല് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ നന്നായിട്ട് പറ്റും. ഓരോ റൈനോസിനും വേറെ റൈനോസിനെ ഐഡൻറ്റിഫൈ വരെ ചെയ്യാൻ പറ്റും. കാരണം ഇവർക്കെല്ലാം യുണീക്ക് സ്മെല്ലാണുള്ളത്. റൈനോസിൻ്റെ കൊമ്പ് ബോണല്ല, അതുകൊണ്ട് തന്നെ അവരുടെ സ്കള്ളുമായിട്ട് അറ്റാച്ച്ഡ് അല്ല. ഈ കൊമ്പ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെരാറ്റിൻ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പോൾ മനുഷ്യന്മാരെ പോലെ തന്നെ റൈനോസിൻ്റെ ബോഡിയിലും കെരാറ്റിൻ ഉണ്ട്. നമ്മൾ മനുഷ്യന്മാരുടെ നഖമൊക്കെ വളരുന്ന പോലെ തന്നെയാണ് ഈ റൈനോസിൻ്റെ കൊമ്പും വളർന്നുകൊണ്ടിരിക്കുന്നത്. അത് പൊട്ടിപ്പൂവ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് വളർന്നുകൊണ്ടിരിക്കും. അവരുടെ ജീവിതാവസാനം ലൈഫ് ടൈം വരെ എന്ത് ചെയ്യാണ്, ഈ കൊമ്പ് വളർന്നുകൊണ്ടേയിരിക്കും. ഏറ്റവും നീളം കൂടിയ കൊമ്പുള്ളത് വൈറ്റ് റൈനോസിനാണ്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ നീളമുള്ള കൊമ്പ് എന്ന് പറയുന്നത് 1.7 മീറ്റേഴ്സ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത് അപ്പം എത്രത്തോളം ഉണ്ടായിരിക്കുന്നത്. ചില റൈനോസിന് 2 കൊമ്പുണ്ട് കേട്ടോ. 2 കൊമ്പുള്ള റൈനോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് റൈനോസ്, വൈറ്റ് റൈനോസ് ആൻഡ് സുമാട്രൻ റൈനോസ് ആണ്. വൈറ്റ് ഇന്ത്യൻ റൈനോസിനും ജാവൻ റൈനോസിനും ആകെ 1 കൊമ്പേ ഉള്ളൂ. ചില ജാവൻ ഫീമെയിൽ റൈനോസിന് കൊമ്പ് തന്നെ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ഈ റൈനോസിന്റെ ആവറേജ് സൈസ് എന്ന് പറയുന്നത് 1.8 മീറ്റർ ആണ്. ഒരു മനുഷ്യന്റെ അത്രയെന്നാണ് പറഞ്ഞത് കേട്ടോ. ആവറേജ് സൈസാണ്, അതിൽ കൂടുതലാണ് മിക്ക റൈനോസിന്റെയും സൈസ് വരുന്നത്.